ഈ വീട്ടിനോട് ചേർന്നാണ് ഈ ബസ് മറിഞ്ഞത്. ഈ വീടിന് മുന്നിലാണ് ഈ വാഹനം മറിഞ്ഞത്. ഈ വാഹനം ഇവിടെ ഉണ്ടായിരുന്നു. അപകടം നടക്കുമ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നു. ഈ വീട്ടിലാണോ? ശബ്ദം കേട്ടാണ് പുറത്ത് വന്നത്. എന്താ അപകടം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, കിച്ചണിലായിരുന്നു. കിച്ചണിൽ സൗണ്ട് കേട്ടാണ് ഓടി ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് വണ്ടിയിൽ നിന്ന് കൊച്ചു കുട്ടികളെയാണ് ആദ്യം പറക്കി തന്നത്. പിന്നെ നാട്ടുകാരെയൊക്കെ ഓടിയെത്തി. നിങ്ങളൊക്കെ തന്നെ ആദ്യ രക്ഷാപ്രവർത്തനം നടത്തിയത്? അല്ലാതെ ഇത് കണ്ടു നിൽക്കാൻ പറ്റുമോ? നമ്മുടെ മതിലല്ലേ. കൊച്ചു കുട്ടികളല്ലേ വിളിയും ബഹളമൊക്കെ കൂടെ കേട്ടോ. നമ്മളും അങ്ങ് ആകെ പതറി. എന്നിട്ട് എല്ലാവരും ഒക്കെ നാട്ടുകാർ വെച്ച് ഉടനെ ആംബുലൻസൊക്കെ എത്തി എല്ലാവരെയൊക്കെ പറക്കി വിട്ട് ഹോസ്പിറ്റലിലൊക്കെ വിട്ട്. അപ്പോൾ ഈ അപകടം സംഭവിച്ച വീട്ടിലെ ആളുകളാണ്. ഇവരുടെ വീടിന് മുന്നിലാണ്, മതിലിനോട് ചേർന്നാണ് ഈ അപകടം സംഭവിച്ചത്. അവർ ആദ്യഘട്ടത്തിൽ തന്നെയാണ് ശബ്ദം കേട്ട് ഇങ്ങോട്ട് വരുന്നു. രക്ഷാപ്രവർത്തനം തുടങ്ങി വെച്ചത് അവരാണ്. ഈ അപകടം ആദ്യഘട്ടത്തിൽ ഈ വീട്ടുകാർ ഇങ്ങോട്ട് എത്തിയപ്പോൾ ഘട്ടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ കരച്ചിലാണ് അവർ കേട്ടത്. ആ ഘട്ടത്തിൽ തന്നെ അവർ ഇടപെട്ടു. പിന്നീട് നാട്ടുകാരെത്തി, പോലീസ് എത്തി, ഫയർഫോഴ്സ് എത്തി. അങ്ങനെ ആളുകളെല്ലാം തന്നെ, ഒരുവിധം ആളുകളെല്ലാം തന്നെ രക്ഷിച്ചു. ദൗർഭ്യകരം എന്ന പോലെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കി ആളുകളുടെ പരിക്കൊന്നും ഗുരുതരമല്ല എന്നാണ് പോലീസും മറ്റുദ്യോഗസ്ഥരും എല്ലാം തന്നെ പറയുന്നത്. ഈ അപകടം സംഭവിച്ച ബസ് ദേ വരുന്നു. ഈ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അല്പസമയം മുമ്പ് അപകടം സംഭവിച്ച ആ ബസ്സാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. പോലീസ് അല്പം സമയം മുമ്പ് ഈ ബസ്സിന് ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. എന്തായാലും സ്റ്റേഷനിലേക്കാണ് ഇനി ബസ് കൊണ്ടുപോവുക. ബസ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. എന്തായാലും ഈ ബസ് ഉൾപ്പെടെ ഇവിടുന്ന് മാറ്റിയിരിക്കുന്നു. ഈ റോഡിലൂടെ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കിയിരിക്കുന്നു. ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ അപകടം സംബന്ധിച്ച അന്വേഷണങ്ങൾ ഉണ്ടാകും. അവർ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളിലേക്ക് കിടക്കും. ഇന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ഉൾപ്പെടെ ഇടുമെന്നാണ് SHO ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞത്. സുഹേൽ, തീർച്ചയായും ഇനി സ്വാഭാവികമായും നമുക്ക് അറിയേണ്ടത് അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. ദൃക്സാക്ഷിപനത്തിനടക്കം അമിത വേഗം ഉണ്ടായിരുന്നുവെന്നും ഒരു ഓവർടേക്കിംഗ് സാധ്യത ഉണ്ടായിരുന്നുവെന്നും ഒരു ലോറി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെന്നും ഒക്കെ ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ദൃക്സാക്ഷികൾ പറയുന്നുകൊണ്ടായെന്ന് തന്നെ അത് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യവുമുണ്ട്. ഇതിൽ പോലീസ് അന്വേഷിച്ച് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കേണ്ടതുണ്ട്. എന്തായാലും രാത്രി വൈകിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു, 60-കാരി മരിച്ചിരിക്കുന്നു, ദാസിനി ചേച്ചി മരിച്ചിരിക്കുന്നു എന്ന സങ്കടകരമായ വാർത്ത വരുമ്പോഴും ബാക്കി വാഹനത്തിലുണ്ടായിരുന്ന 48 പേർക്കും കാര്യമായ പരിക്കുകൾ എന്ന ആശ്വാസ വാർത്ത കൂടി വരും. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് നേരത്തെ സലീം അലി സൂചിപ്പിച്ചതുപോലെ 1 വയസ്സും 3 വയസ്സുമുള്ള കുട്ടികളൊക്കെ ആ സംഘത്തിലുണ്ടായിരുന്നു. അത്രയും പിഞ്ഞു കുഞ്ഞുങ്ങളുണ്ടായിരുന്ന സംഘത്തിൽ ആ കുട്ടികളെല്ലാം സുരക്ഷിതരാണ്. അവർ ആ സുരക്ഷിത കരങ്ങളിലുണ്ടെന്ന ദൃശ്യങ്ങൾ കൂടി വരുമ്പോൾ ഈ അപകടത്തിൽ നമുക്ക് അല്പം കൂടി ആശ്വാസം പകരുന്ന ദൃശ്യങ്ങൾ കൂടിയാകുന്നു. അതിപ്പോൾ സലീം മാലിക് നമ്മളൊപ്പം ചേരുന്നു. സലീമ, ഈ വിനോദയാത്രയ്ക്ക് പോയ സംഘത്തെക്കുറിച്ചുള്ള വിവരം എന്താണ്? ഇവർ ഒരു പ്രദേശത്തുള്ളവരാണോ, കുടുംബാംഗങ്ങളാണോ, എന്തെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അസോസിയേഷൻ ആണോ, അങ്ങനെ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നുണ്ടോ? ഇവരുടെ ബന്ധുക്കളും പരിചയക്കാരും ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടോ? അവരുടേതായ കൂട്ടുകുടുംബവും ആ കുടുംബ സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് യാത്ര പോയതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ നിന്നുള്ള 49 പേരായിരുന്നു ഈ യാത്രയിലുണ്ടായിരുന്നത്. ഇപ്പോൾ ആ കൂട്ടത്തിലെ ഒരാളാണ് മരിച്ചത്. പക്ഷേ ബാക്കി 48 പേർക്കും കാര്യമായ പരിക്കുകളില്ല, അതല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട പരിക്കുകളില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം നമ്മൾ 27 പേരെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലും ഒപ്പം 10 പേരെ SIT ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇനി നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ തുടരുന്നവരെ ഇനി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല. അവരുടെ ആരോഗ്യനില ഇപ്പോൾ സുരക്ഷിതമാണ് എന്നുള്ള വിവരമാണ്. അങ്ങനെ ഈ ഏകദേശം എല്ലാവരുടെയും നില ഇപ്പോൾ സുരക്ഷിതം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ നമുക്ക് ലഭിക്കുന്ന വിവരം. ആശുപത്രിയിൽ നിന്നും ഉൾപ്പെടെ ലഭിക്കുന്ന വിവരം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇനി മറ്റേതെങ്കിലും തരത്തിലൊരു കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്ത നമ്മൾ പുറത്തുവിടുന്നു. ആ ആശ്വാസത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലാണ് നമ്മൾ ആ കുഞ്ഞിൻ്റെ മര്യാദയുടെ അനുസരണയോടുകൂടി കിടക്കുന്ന 1 വയസ്സുകാരി അവന്തികയുടെ ദൃശ്യം കൂടി നമ്മൾ പുറത്തുവിടുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ നമ്മൾ ആശങ്കയുടെ മണിക്കൂറുകൾക്കൊടുവിൽ ഇനി കാര്യമായി ആശങ്കപ്പെടാനില്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും ഈ അപകടമുണ്ടാക്കിയതെങ്ങനെ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസിൻ്റെ നടപടികളാണ് ഇനി പിറകെ വരുന്നത്. അതിന് പോലീസിൻ്റെ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, CCTV ദൃശ്യങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്, ഒപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ ഘടന പഠിക്കേണ്ടതുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അതല്ല അമിതവേഗമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന് പിന്നാലെയാകും പരിഗണിക്കുക. അതിനുശേഷം ഈ വാഹനത്തിന് ഈ ടൂറിസ്റ്റ് വാഹനം ഉൾപ്പെടെയുള്ള
കാര്യങ്ങൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കെ വാഹനം പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉടമയ്ക്ക് പ്രശ്നമുണ്ടാകില്ല. അമിതവേഗമാണെങ്കിൽ ആ ഡ്രൈവർക്ക് മാത്രമേ പ്രശ്നമുണ്ടാകൂ. അതല്ല, മാനദണ്ഡം പാലിച്ചിട്ടില്ലെങ്കിൽ ഉടമയും ഡ്രൈവറും ഒരേപോലെ കുടുങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും. എന്തായാലും പോലീസ് ഗൗരവമായി തന്നെ ഈ കേസിനെ പരിഗണിക്കും. കേസിനെ പരിഗണിക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഈ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം ആദ്യം പോലീസ് ചെയ്തതും ഈ വാഹനത്തിൽ പരിശോധന നടത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗൗരവമായൊരു വിഷയമായി തന്നെ പോലീസ് ഈ കേസിനെ കാണുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ബാക്കി എല്ലാ ആളുകളെയും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാൻ നാട്ടുകാരും ഒപ്പം തന്നെ മറ്റെല്ലാ സംഘടനകളുടെയും എല്ലാ മന്ത്രിമാരുടെയും ഒക്കെ ആശുപത്രിയിൽ ഡോക്ടർമാരുടേത് ഉൾപ്പെടെയുള്ള ഒരു ഇടപെടൽ നിർണായകമായിരുന്നു. ആ ഇടപെടലിനൊടുവിലാണ് നമ്മൾ ആശ്വാസമായ വാർത്ത കൂടി എന്തായാലും പുറത്തെത്തിക്കുന്നത്. വലിയ കാര്യമായ പരിക്കുകൾ മറ്റാർക്കുമില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. സുഹൈൽ.